ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് ഭാരതത്തിന് അഭിമാനിക്കാവുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വാർത്തകൾ കേട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി ആയിരിക്കും. നരേന്ദ്രമോദി അമേരിക്കയുടെയും ട്രംപിന്റെയും കയ്യിലെ വെറും ഒരു കളിപ്പാവയാണെന്നും ട്രംപ് പറയുന്നത് മാത്രമേ മോദി കേൾക്കുമെന്ന് പറഞ്ഞ് നടന്നവർക്കുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മോദി ആരുടെയും അടിമയല്ലെന്നും മറിച്ച് ലോകരാജ്യങ്ങൾ മോദി പറയുന്നത് കേൾക്കാൻ കാതോർക്കുന്ന കാലമാണിതെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് അവിടെ അരങ്ങേറുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് സമാർ ഹെറാൾഡ്, ജഗ് അർണവ് എന്നീ രണ്ട് ഇന്ത്യൻ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാന്റെ IRGC പട്ടാളക്കാർ വെടിയുതിർത്തിരുന്നു. വെടിവെപ്പിൽ കാര്യമായ ആളപായമോ പരിക്കുകളോ സംഭവിച്ചില്ലെങ്കിലും സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് ആ കപ്പലുകൾക്ക് യാത്ര റദ്ദാക്കേണ്ടി വന്നു. ഈ വാർത്ത പുറത്തു വന്ന ഉടനെ നമ്മുടെ നാട്ടിലെ മോദി വിരുദ്ധരും രാഹുൽ ഗാന്ധിയും ആഘോഷം തുടങ്ങിയിരുന്നു. മോദിയുടെ വിദേശ നയം പരാജയപ്പെട്ടുവെന്നും ഇന്ത്യ ആരും പേടിക്കുന്നില്ലെന്നും പറഞ്ഞ് ഇവർ വലിയ വായിൽ പ്രസംഗിച്ചു നടന്നു. എന്നാൽ ആ പ്രസംഗത്തിന്റെയും പരിഹാസത്തിന്റെയും ആയുസ് വെറും മണിക്കൂറുകൾ മാത്രമായിരുന്നു ഉണ്ടായത്. ശനിയാഴ്ച കപ്പലുകൾ പിൻവാങ്ങിയപ്പോൾ ഇന്ത്യ തകർന്നു പോയെന്ന് കരുതിയവർ ഞായറാഴ്ച നടന്നത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. വെടിയുണ്ടകൾക്കും ഭീഷണികൾക്കും മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കില്ലെന്ന് തെളിയിച്ചുകൊണ്ട് എണ്ണ നിറച്ച പുതിയൊരു ഇന്ത്യൻ കപ്പൽ ഞായറാഴ്ച സധൈര്യം ഹോർമൂസ് കടലിടുക്ക് മുറിച്ചു കടന്നു. ദേശ്ഗരിമ എന്ന ഈ ഭീമൻ എണ്ണ ടാങ്കർ ഖത്തറിലെ റാസ് ലഫാൻ തുറമുഖത്ത് നിന്ന് 31 ഇന്ത്യൻ നാവികരുമായി മുംബൈ ലക്ഷ്യമാക്കിയാണ് വരുന്നത്. തടസ്സം നേരിട്ടെങ്കിലും 24 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റാൻ മോദി സർക്കാരിന് കഴിഞ്ഞു. 31 ഭാരതീയരുടെ ജീവൻ സുരക്ഷിതമാക്കി ഒമാൻ കടലിലെത്തിയ ഈ കപ്പൽ ഏപ്രിൽ 22ഓടെ മുംബൈ തീരത്തെത്തും. ഇതിനെയാണ് യഥാർത്ഥ നയതന്ത്രം എന്ന് വിളിക്കുന്നത്. കപ്പലുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായ ഉടൻ തന്നെ ഡൽഹിയിൽ വിദേശകാര്യ മന്ത്രാലയം ഉണർന്നു പ്രവർത്തിച്ചു. ഇറാൻ സ്ഥാനപതിയെ നേരിട്ട് വിളിച്ചു വരുത്തി ഇന്ത്യൻ നാവികരുടെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന കർശനമായ താക്കീത് നൽകാൻ മോദി സർക്കാരിന് കഴിഞ്ഞു. ആ ഒരൊറ്റ ഇടപെടലിൽ ഇറാന്റെ എല്ലാ വാശിയും തീർന്നു. ട്രംപ് പറയുന്നത് മോദി കേൾക്കുകയല്ല, മറിച്ച് മോദിയുടെ ആവശ്യങ്ങൾ ട്രംപിനും ഇറാനും ഒരേപോലെ കേൾക്കേണ്ടി വരുന്നു എന്നതാണ് വസ്തുത. ഈ തന്ത്രപരമായ നീക്കത്തെയാണ് രാഹുൽ ഗാന്ധി പരിഹസിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ആരുടെ വായടഞ്ഞു എന്ന് ജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം. മാർച്ച് മാസത്തിന് ശേഷം ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടക്കുന്ന 10ാമത്തെ ഇന്ത്യൻ കപ്പലാണിത്. ആഗോള ജലപാതകളിൽ ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾക്ക് ആരുടെയും ഭയമില്ലാതെ സഞ്ചരിക്കാമെന്ന് മോദി സർക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. പപ്പുമോൻ എത്രയൊക്കെ മോദിയെ അടിമയെന്ന് വിളിച്ചാലും ലോകം കാണുന്നത് സ്വന്തം പൗരന്മാരുടെ സുരക്ഷയ്ക്കായി ഏതറ്റം വരെയും പോകുന്ന ഒരു കരുത്തനായ നേതാവിനെയാണ്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും പൗരന്മാരുടെ സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഈ ജാഗ്രത ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്നതാണ്. ഇനിയെങ്കിലും ഇത്തരം ബാലിശമായ ആരോപണങ്ങൾ നിർത്തി രാജ്യത്തിന്റെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ രാഷ്ട്രീയ ശത്രുക്കൾ തയ്യാറാകുന്നത് നന്നായിരിക്കും. രാഹുൽ ഗാന്ധിക്ക് അറിയാവുന്ന കാര്യം വെറുതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുക എന്നതാണ്. അദ്ദേഹം വിചാരിക്കുന്നത് ട്രംപ് പറയുന്നത് മാത്രമേ മോദി കേൾക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ ലോകം കാണുന്നത് മോദി പറയുന്നത് ട്രംപും കേൾക്കുന്നു, ഇറാനും കേൾക്കുന്നു എന്നതാണ്. 31 ഭാരതീയരുടെ ജീവൻ സുരക്ഷിതമാക്കി ഏപ്രിൽ 22ഓടെ ആ കപ്പൽ മുംബൈ തീരത്തെത്തുകയാണ്. മാർച്ച് മാസത്തിന് ശേഷം ഇത്തരത്തിൽ സുരക്ഷിതമായി കടക്കുന്ന 10ാമത്തെ ഇന്ത്യൻ കപ്പലാണിത്. എന്നിട്ടും നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നമാണ്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും സാധാരണക്കാരന്റെ ജീവിതവും വെച്ച് രാഹുൽ ഗാന്ധി കളിക്കുമ്പോൾ മോദി അത് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്നു. പപ്പുമോൻ എത്രയൊക്കെ മോദിയെ കളിപ്പാവ എന്ന് വിളിച്ചാലും ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് മോദിയെ ആദരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ഇച്ഛാശക്തി കണ്ടിട്ടാണ്. ഹോർമൂസിലെ ഈ സംഭവം വഴി രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും പൊള്ളയായ വാദങ്ങളാണ് തകർന്നടിഞ്ഞത്. രാജ്യത്തിന്റെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷ നേതാവ് ഉള്ളത് നമ്മുടെ കഷ്ടകാലമാണ്. പക്ഷെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ രാജ്യം ഭരിക്കുന്നത് പപ്പുമോനല്ല, നരേന്ദ്രമോദിയാണ്. ആഗോള ജലപാതകളിൽ ഭാരതത്തിന്റെ പതാക വഹിച്ച കപ്പലുകൾക്ക് ആരുടെയും ഭയമില്ലാതെ സഞ്ചരിക്കാമെന്ന് മോദി സർക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. വിമർശിക്കുന്നവർ അവിടെ ഇരുന്ന് വിമർശിച്ചുകൊണ്ടേയിരിക്കും. അത് രാഹുൽ ഗാന്ധി ആയാലും ശരി, മറ്റാരായാലും ശരി. പക്ഷേ അവർ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നാവും. നിങ്ങൾ എറിയുന്ന ഓരോ പരിഹാസത്തെയും ഓരോ കല്ലുകളെയും നരേന്ദ്രമോദി തന്റെ വളർച്ചയ്ക്കുള്ള ഭാരതത്തിന്റെ മുന്നേറ്റത്തിനുള്ള
കരുത്തുറ്റ ചവിട്ടുപടികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ വെടിയുണ്ടകളെ വകഞ്ഞു മാറ്റി ദേശ്ഗരിമ മുന്നേറിയതുപോലെ എല്ലാ വിമർശനങ്ങളെയും ചവിട്ടിമിതിച്ച് മോദി സർക്കാർ മുന്നോട്ട് തന്നെ പോകും. കാരണം ഇത് വാക്കുകൾ കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നവരുടെ ഭാരതമല്ല, പ്രവൃത്തി കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുന്ന പുതിയ ഭാരതമാണ്. ഈ ഹോർമൂസ് കടലിടുക്കിലെ സംഭവ വികാസങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: ഇന്ത്യ ഇന്ന് ലോകത്തിന് മുന്നിൽ വെറും ഒരു കാഴ്ചക്കാരനല്ല, മറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന കരുത്തനായ പങ്കാളിയാണ്. രാഹുൽ ഗാന്ധിയെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ മോദിയെ പരിഹസിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ മോദി സർക്കാർ ശ്രദ്ധിക്കുന്നത് ഈ രാജ്യത്തിന്റെ കോടിക്കണക്കിന് ജനങ്ങളുടെ സുരക്ഷയിലും നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര ഭദ്രതയിലുമാണ്. ഒരു കപ്പലിന് നേരെ വെടിവെപ്പുണ്ടായപ്പോൾ ഭയന്ന് പിന്മാറാനല്ല, മറിച്ച് അടുത്ത ദിവസം തന്നെ മറ്റൊരു കപ്പലിനെ അതേ പാതയിലൂടെ സധൈര്യം കടത്തിവിട്ടുകൊണ്ട് ഇറാന്റെയും അമേരിക്കയുടെയും കണ്ണുകളിൽ നോക്കി ഇത് ഭാരതമാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം നരേന്ദ്രമോദി കാണിച്ചു. നയതന്ത്രം എന്നത് വെറും പ്രസംഗമല്ല, അത് കൃത്യമായ സമയത്തെടുക്കുന്ന കൃത്യമായ തീരുമാനങ്ങളാണ്. 31 നാവികർ സുരക്ഷിതമായി മുംബൈ തീരത്തേക്ക് അടുക്കുമ്പോൾ അത് ആ കുടുംബങ്ങളുടെ മാത്രം സന്തോഷമല്ല, മറിച്ച് ഓരോ ഭാരതീയന്റെയും അഭിമാനമാണ്. വിമർശകർ എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവർ അനാവശ്യ വിവാദങ്ങളും പരിഹാസങ്ങളുമായി പിന്നാലെ വരും. എന്നാൽ അവർ അറിയുന്നില്ല, അവർ എറിയുന്ന ഓരോ കല്ലുകളെയും ഓരോ ആക്ഷേപങ്ങളെയും നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്കുള്ള കരുത്തുറ്റ ചവിട്ടുപടികളാക്കി മാറ്റുകയാണെന്ന്. ലോകം മാറുമ്പോൾ, ലോക ശക്തികൾ തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ അതിനിടയിൽ ഭാരതത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നട്ടെല്ലുള്ള ഒരു നേതൃത്വം നമുക്കുണ്ട് എന്നതാണ് നമ്മുടെ വിജയം. ട്രംപിന്റെയും ഇറാന്റെയും ഇടയിൽ സ്വന്തം നിലപാട് വ്യക്തമാക്കാൻ കഴിയുന്ന ഈ മോദി തന്ത്രം തന്നെയാണ് വരും കാലങ്ങളിൽ ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.